ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ഭയങ്കര ദേഷ്യത്തിലാണ്. സമൂഹ വിവാഹത്തിനൊരു പെണ്ണിനെ ചിറക്കിനെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം മകനെ പിടിച്ച് മുന്നിലോട്ട് ഇട്ടു കൊടുക്കുന്നതല്ല അമ്മ ചെയ്യേണ്ടത്. ആ മകന്റെ മനസ്സ് മനസ്സിലാക്കണം. എന്നിട്ട് ആ മകന്റെ കൂടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. സത്യാമ്മ ഉടനെ പറയുക, വിഷ്ണു അത് ശാലിനി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയതാ. അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിലയും വിലയും കിട്ടാൻ എന്നെ എന്തിനാ ഇങ്ങനെ ബലിയാടാക്കുന്നത്? രാഘവേട്ടൻ പറയുക, ഭാമേ, നിന്റെ വീറും വാശിയും കാണിക്കുന്നത് സ്വന്തം മകന്റെ ജീവിതം വെച്ചല്ല. ഇങ്ങനെ പോയാലേ നീ അവനെ വിവാഹ തട്ടിപ്പ് വീരനാക്കുവല്ലോ. ആദ്യം സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്ക്. എന്നിട്ട് മതി നാട് നന്നാക്കുന്നതും നാട്ടുകാരെ സേവിക്കുന്നതൊക്കെ. എന്നിട്ടാണെങ്കിലോ ഭാമയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അതെ, ഞാൻ തീരുമാനിച്ച വിവാഹം മുടക്കാൻ അവൾ ആരാ? എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ദാണ്ടെ ഈ പിള്ള പോലും വായി നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ കൊണ്ടുവന്ന് അവൾ കളക്ടർ പദവിയുടെ പവർ കാണിച്ച് എന്നെ നാണം കെടുത്തി. ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ തകർക്കാൻ വേണ്ടിയാ. രാഘവേട്ടൻ ചോദിക്കുക, ഭാമേ, ശാലിനി എന്തുകൊണ്ടാ അങ്ങനൊക്കെ ചെയ്തെന്നു നീ തിരക്കിയോ? മറ്റൊരു കുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ട് അവളിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് മറ്റൊരു കുട്ടിയെ ചതിക്കുന്നെന്നറിഞ്ഞിട്ട് തടഞ്ഞതാണോ ശാലിനി ചെയ്ത കുറ്റം? ശാലിനി ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കുക ചെയ്തത്. രോഹിത്തും പറയുന്നുണ്ട്, അതേ സത്യാമ്മേ, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ആ ചതി പറ്റിയ പെണ്ണിന്റെ കാര്യം അറിയുന്നതെങ്കിലോ? സത്യാമ്മ ഒരുക്കി നിർത്തിയ വരനെ പോലീസ് കൊണ്ടുപോകില്ലായിരുന്നോ? അവൻ കാരണം 2 പെൺകുട്ടികളാണ് അനാഥരാകുന്നത്. അപ്പോൾ അവരുടെ സങ്കടം നമ്മൾ കാണേണ്ടി വരില്ലായിരുന്നോ? അപ്പോൾ ശാലിനി തടഞ്ഞത് എന്തും കൊണ്ടും സത്യാമ്മയ്ക്ക് നല്ലത് തന്നെ. വിഷ്ണു ആണെങ്കിൽ ആകെ തിളച്ചു നിൽക്കുകയാ. അമ്മയോട് ഞാൻ വീണ്ടും പറയുക, അമ്മയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് മുതലെടുത്തോണ്ടെന്നെ ദയവ് ചെയ്ത് പണയവസ്തു ആക്കി മാറ്റരുതെന്നെ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ സത്യാമ്മ കേട്ടങ്ങനെ നാണിച്ച് ചൂളി നിൽക്കുകയാ. പിന്നെ കാണിക്കുന്നത് മന്ത്രിദാസൻ വന്ന് സത്യാമ്മയോട് പറയുന്നു, ഗൺമാൻ അടക്കം ആരെയും അറിയിക്കാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചുറ്റും ചാരന്മാരാണ്. എന്താ ദാസ അങ്ങനെ പറയുന്നത്? അത് നമ്മുടെ മരം വെട്ട് ബിസിനസ്സിന് അതൊരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. മരം വെട്ടിയത് നിയമവിരുദ്ധമാണെന്നും കാടിന്റെ മക്കളുടെ സ്വത്താണ് വെട്ടിയെടുത്തതെന്നും പറഞ്ഞു ഓൺലൈൻ ചാനലുകൾ അവിടെ ഇവിടെ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ ഇവിടെയും വന്നേക്കും. അയ്യോ, ഇവിടെയോ? പിന്നല്ലാതെ എൻ്റെ വീട്ടിലോട്ട് കയറി വരാൻ പറ്റുമോ? മരം വെട്ടാൻ കരാറ് കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ രോഹിത് അല്ലേ? അപ്പോൾ അതിന്റെ ഉത്തരം പറയേണ്ട ബാധ്യതയും നിങ്ങൾക്കാണ്. അയ്യോ ദാസ, കുഴപ്പം വല്ലതും ആവുമോ? ആദ്യം എനിക്ക് കുഴപ്പം വരാതെ ഞാൻ നോക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ആരോടും പറഞ്ഞു പോയേക്കരുത്. ഇത് ആൾക്കാരറിഞ്ഞാൽ ഞാൻ രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് തല പോയാലും എൻ്റെ പേര് പറയല്ലേ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേന്ദ്രനുമായി ഡീല് ചെയ്തോ എന്നും പറഞ്ഞ് മന്ത്രിദാസൻ കാല് വാരിപ്പോയി. അത് കഴിഞ്ഞ് കാണിക്കുന്ന സുസ്മിത കളക്ടർ ഓഫീസിൽ വന്ന് അനുപല്ലവിയെ വരട്ടുന്നതാണ്. ശാലിനിക്ക് വേണ്ടി അന്ന് കാറിൽ സുസ്മിത മയക്കുമരുന്ന് കടത്തുന്നു എന്ന് കള്ളക്കേസ് കൊടുത്തു. സുസ്മിതയുടെ കാറ് പോലീസുകാരെ കൊണ്ട് തടയിച്ച് അവളുടെ മൊബൈലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അനുവാണെന്ന് മനസ്സിലാക്കി വന്നിട്ടുള്ള ഫയറാണ്. ആരെയും പേടിയില്ലാത്ത സുസ്മിത അനുവിനെയും ശാലിനിയെയും വിരട്ടുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. സത്യഭാമയ്ക്ക് ദാസൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ആകെ അങ്കലാപ്പായി. ഉടനെ ഉപേന്ദ്രനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഉപേന്ദ്രൻ പറയുക, ഈ കണ്ണുകടി എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖമാ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ കണ്ണുകടി തന്നെയാ. ഉപേന്ദ്ര, ഇത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുവോ? ഇത് ചില കുലംകുത്തികൾ നമുക്ക് ഇത്രയും ലാഭം കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഇരിക്കപ്പുറതിയില്ലാതെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. രാഘവേട്ടൻ കാലിതുള്ളി നിൽക്കുകയാ. എടാ, വന്ന പ്രശ്നത്തിന്റെ മഹാത്മ്യം പറയാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് പറ. അത് ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒതുക്കാൻ മന്ത്രിക്ക് ഒരു 10 കോടി കൊടുക്കണം. പിന്നെ അല്ലാതെ ഒരു 5 കോടി മറ്റു ചിലർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ മൊത്തം ഒരു 15 കോടി ചെലവാക്കിയാൽ മതി. രാഘവേട്ടൻ ഇത് കേട്ട് ഞെട്ടിപ്പോയി. 15 കോടിയോ? സത്യഭാമയാകെ വെളറി വെളുത്തുപോയി. രാഘവേട്ടൻ ചോദിക്കുന്നു, എന്താ ശ്രീമതി ഒന്നും പറയാത്തത്? ഇതിന് എന്ത് വഴിയാ നീ കണ്ടിരിക്കുന്നത്? അയ്യോ രാഘവേട്ട, അത് ഇങ്ങനൊക്കെ ആകുമെന്ന് അറിഞ്ഞില്ലല്ലോ. പെട്ടെന്നിപ്പോൾ 15 കോടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കും? രാഘവേട്ടൻ ദേഷ്യത്തോടെ, നീ ഉണ്ടാക്കണം.
അതല്ലെങ്കിലേ ഈ താമസിക്കുന്ന വീടും പറമ്പും അങ്ങ് സർക്കാർ കൊണ്ടുപോകും. ഇത് കേട്ട് സത്യാമ്മ 2 കൈയും തലയിൽ വെച്ചു അയ്യോ എന്ന് പറഞ്ഞ് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മയുടെ അഹങ്കാരത്തിന്റെ ശിക്ഷ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.